درجات منه ومغفرة ورحمة وكان الله غفورا رحيما. അവർക്ക് മഹത്തായ പദവികളും പാപമുക്തിയും അനുഗ്രഹങ്ങളുമുണ്ട്. അല്ലാഹു വളരെ പൊറുക്കുന്നവനും പരമദയാലുവുമല്ലോ. ഇന്നല്ലദീന തവഫാഹുമുൽ മലായികതു ളാലിമീ അൻഫുസിഹിം ഖാലൂ ഫീമ കുൻതും ഖാലൂ കുന്നാ മുസ്തദ്അഫീന ഫിൽ അർദ് ഖാലൂ ألم تكن أرض الله واسعة فتهاجروا فيها فأولئك مأواهم جهنم وساءت مصيرا. തങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചവരുണ്ടല്ലോ. അവരുടെ ജീവൻ പിടിച്ചെടുക്കുമ്പോൾ മലക്കുകൾ ചോദിക്കും, നിങ്ങൾ എന്തവസ്ഥയിലായിരുന്നു? അവർ മറുപടി പറയും, ഭൂമിയിൽ ഞങ്ങൾ അവശരും അടിച്ചമർത്തപ്പെട്ടവരുമായിരുന്നു. മലക്കുകൾ പറയും, അല്ലാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? നിങ്ങൾക്ക് സ്വദേശം വെടിഞ്ഞ് പലായനം ചെയ്തുകൂടായിരുന്നുവോ? ഇവർ നരകം താവളമായിട്ടുള്ളവർ തന്നെയാകുന്നു. അത് എത്രയും വഷളായ താവളം തന്നെ. ഇസ്ലാം സ്വീകരിച്ച ശേഷം തക്കതായ തടസ്സമൊന്നുമില്ലാതിരുന്നിട്ടും ഇസ്ലാമിക ഗേഹത്തിലേക്ക് ഹിജ്റ ചെയ്യാൻ തയ്യാറാവാതെ അവിശ്വാസികളായ സ്വന്തം ജനത്തിനൊപ്പം ജീവിച്ച ചില ആളുകളുണ്ടായിരുന്നു. അർദ്ധ ഇസ്ലാമിക ജീവിതവും അർദ്ധ അനിസ്ലാമിക ജീവിതവും നയിക്കുന്നതിൽ സംതൃപ്തരായി കഴിഞ്ഞുകൂടിയ ആ വിഭാഗത്തെയാണ് ഇവിടെ ആത്മദ്രോഹികൾ എന്ന് പറയുന്നത്. ദാറുൽ ഇസ്ലാം സ്ഥാപിതമാവുകയും അവിടേക്ക് പലായനം ചെയ്ത് തങ്ങളുടെ ദീനും വിശ്വാസവും അനുസരിച്ച് ഇസ്ലാമികമായി ജീവിതം നയിക്കാൻ സാധ്യത തെളിയുകയും ചെയ്ത ശേഷം അവരുടെ ഈ നിലപാട് തികച്ചും അസ്വീകാര്യമായിരുന്നു. പരിപൂർണമായ ഇസ്ലാമിക ജീവിതത്തെ അപേക്ഷിച്ച് അർദ്ധ മുസ്ലിമും അർദ്ധ കാഫിറുമായി കഴിഞ്ഞുകൂടുന്നതിൽ അവരെ സംതൃപ്തരാക്കിയത് ജീവിത സൗഖ്യവും കുടുംബ താൽപര്യവും വസ്തുവകകളും ഐഹിക മോഹങ്ങളും മാത്രമായിരുന്നു. ഇവയ്ക്ക് ദീനിനേക്കാൾ മുൻഗണന നൽകുകയാണ് അവർ ചെയ്തത്. ദൈവധിക്കാരികളുടെ അധീനത്തിലുള്ളതും ദൈവിക നിയമപ്രകാരം ജീവിക്കാൻ കഴിയാത്തതുമായ ഒരു നാട്ടിൽ തന്നെ താമസിക്കേണ്ട ആവശ്യമെന്തായിരുന്നു? ആ നാടുപേക്ഷിച്ച് ദൈവനിയമം തികച്ചും പാലിക്കാൻ സാധിക്കുന്ന പ്രദേശത്ത് പോയി താമസിക്കരുതായിരുന്നോ എന്നാണ് അല്ലാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ എന്ന ചോദ്യത്തിന്റെ സാരം. ഇല്ലൽ മുസ്തദ്അഫീന മിനർ റിജാലി വന്നിസാഇ വൽ വിൽദാനി ലാ യസ്തതിഊന حيلة ولا يهتدون سبيلا. യഥാർത്ഥത്തിൽ തന്നെ നിസ്സഹായരും പലായനം ചെയ്യുന്നതിന് മാർഗമോ ഉപായമോ കണ്ടെത്താൻ കഴിയാത്തവരുമായ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഇതിൽ നിന്നൊഴിവാകുന്നു. فأولئك عسى الله أن يعفو عنهم وكان الله عفوا غفورا. അത്തരക്കാർക്ക് അല്ലാഹു പൊറുത്തുകൊടുത്തേക്കാം. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും വിട്ടുവീഴ്ച ചെയ്യുന്നവനുമാണല്ലോ. ومن يهاجر في سبيل الله يجد في الأرض مراغما كثيرا وسعة ومن يخرج من بيته مهاجرا إلى الله ورسوله ثم يدركه الموت فقد وقع أجره على الله وكان الله غفورا رحيما. അല്ലാഹുവിന്റെ മാർഗത്തിൽ ദേശത്യാഗം ചെയ്യുന്നവന് അഭയം പ്രാപിക്കാൻ ധാരാളം സ്ഥലങ്ങളും മെച്ചമായ ഉപജീവന സൗകര്യങ്ങളും ലഭിക്കുന്നതാകുന്നു. ഒരുവൻ അല്ലാഹുവിങ്കലേക്കും അവന്റെ ദൂതനിലേക്കും പലായനം ചെയ്യുന്നവനായി സ്വവസതിയിൽ നിന്ന് പുറപ്പെടുകയും വഴിക്ക് വെച്ച് മരണം സംഭവിക്കുകയും ചെയ്താൽ അവന്റെ പ്രതിഫലം അല്ലാഹുവിങ്കൽ ഉറച്ചതുതന്നെ. അല്ലാഹു വളരെ പൊറുത്തു കൊടുക്കുന്നവനും കരുണയുള്ളവനുമാകുന്നു. ഇവിടെ ഒരു സംഗതി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ ദീനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി കുഫർ വ്യവസ്ഥയുടെ കീഴിൽ ജീവിക്കുന്നത് രണ്ടിലൊരു രൂപത്തിലേ അനുവദനീയമാവുകയുള്ളൂ. ഒന്നുകിൽ പ്രവാചകന്മാരും അവരുടെ ആദ്യകാല ശിഷ്യന്മാരും ചെയ്ത പോലെ,
ആ നാട്ടിലെ കുഫർ വ്യവസ്ഥയെ ഇസ്ലാമിക വ്യവസ്ഥയായി പരിവർത്തിപ്പിക്കുക. അങ്ങനെ ഇസ്ലാമിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവിടെ നിന്ന് വിട്ടുപോരാൻ ഒരു വഴിയുമില്ലാതെ കുഫർ വ്യവസ്ഥയെ മനസ്സില്ലാ മനസ്സോടെ സഹിക്കുക. ഈ രണ്ടു രൂപത്തിലല്ലാതെ മറ്റേത് രൂപത്തിലും ദാറുൽ കുഫറിൽ പാർക്കുന്നത് പാപമാണ്. ഹിജ്റ പോവാനുള്ള ഒരു ദാറുൽ ഇസ്ലാം ലോകത്തെവിടെയും കാണുന്നില്ല എന്ന ഒഴികഴിവ് ഒരു കാരണവശാലും ഹിജ്റ ചെയ്യാൻ സന്നദ്ധരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. വിജയത്തിനു ശേഷം ഹിജ്റയില്ല എന്ന ഹദീസിനെ ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതൊരു ശാശ്വത നിയമമല്ല. അന്നത്തെ പരിതസ്ഥിതിയിൽ അറബികളോടുള്ള നിർദ്ദേശം മാത്രമാണത്. അറേബ്യയുടെ ഭൂരിഭാഗം കുഫർ വ്യവസ്ഥയുടെ രാജ്യമായ ദാറുൽ കുഫറും യുദ്ധം പ്രഖ്യാപിച്ച പ്രദേശമായ ദാറുൽ ഹർബുമായിരുന്നു. മദീനയിലും പരിസര പ്രദേശങ്ങളിലും മാത്രമാണ് ഇസ്ലാമിക വിധികൾ നടപ്പുണ്ടായിരുന്നത്. അതിനാൽ എല്ലാ ഭാഗത്തുള്ള മുസ്ലിങ്ങളോടും ദാറുൽ ഇസ്ലാമിൽ വന്നു താമസിക്കാൻ കർശനമായി ആജ്ഞാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മക്ക ഇസ്ലാമിന് അധീനപ്പെട്ടതോടെ അറേബ്യയിൽ കുഫറിന്റെ ശക്തി തകർന്നു. അറേബ്യ മുഴുവനും ഇസ്ലാമിന്റെ അധീനത്തിൽ വന്നു. ഈ സന്ദർഭത്തിലാണ് നബി തിരുമേനി അരുൾ ചെയ്തത്, ഇനി ഹിജ്റയുടെ ആവശ്യം അവശേഷിക്കുന്നില്ല എന്ന്. ഇതല്ലാതെ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും എല്ലാ പരിതാവസ്ഥകളിലും ഹിജ്റയുടെ ബാധ്യത അന്ത്യനാൾ വരേക്ക് റദ്ദു ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് ആ വാക്കിന് അർത്ഥമില്ല. وَإِذَا ضَرَبْتُمْ فِي الْأَرْضِ فَلَيْسَ عَلَيْكُمْ جُنَاحٌ أَن تَقْصُرُوا مِنَ الصَّلَاةِ إِنْ خِفْتُمْ أَن يَفْتِنَكُمُ الَّذِينَ كَفَرُوا إِنَّ الْكَافِرِينَ كَانُوا لَكُمْ عَدُوًّا مُبِينًا. നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ നമസ്കാരം ചുരുക്കുന്നതിന് വിരോധമില്ല, സത്യനിഷേധികൾ ദ്രോഹിക്കുമെന്ന് ഭയപ്പെടുമ്പോൾ വിശേഷിച്ചും. എന്തെന്നാൽ സത്യനിഷേധികൾ നിങ്ങളുടെ ബദ്ധവിരോധികളായിരിക്കുന്നു. 4 റകഅത്തുള്ള ഫർള് നമസ്കാരങ്ങൾ 2 റകഅത്തായി അനുഷ്ഠിക്കുന്നതിന് ശരീഅത്തിന്റെ ഭാഷയിൽ ഖസ്ർ എന്ന് പറയുന്നു. സമാധാനകാലത്തെ യാത്രകളിലുള്ള ഖസ്റിന്റെ രൂപമിതാണ്. യുദ്ധവേളയിലെ ഖസ്ർ നമസ്കാരത്തിന് നിർണിതമായ പരിധിയില്ല. യുദ്ധപരിതസ്ഥിതി അനുവദിക്കും പ്രകാരം നമസ്കരിക്കാവുന്നതാണ്. ജമാഅത്തിന് തരപ്പെട്ടെങ്കിൽ ജമാഅത്തായും, അല്ലാത്ത പക്ഷം ഒറ്റയ്ക്കൊറ്റയ്ക്കും നമസ്കരിക്കാം. സാധ്യമാണെങ്കിൽ ഖിബിലയ്ക്ക് മുന്നിട്ടാൽ മതി. സാധിച്ചില്ലെങ്കിൽ ഏതു ഭാഗത്തേക്ക് തിരിഞ്ഞു നമസ്കരിച്ചാലും വിരോധമില്ല. വാഹനത്തിലിരുന്നും പദയാത്ര ചെയ്തും അനുഷ്ഠിക്കാം. സൗകര്യമില്ലെങ്കിൽ റുക്കൂഉം സുജൂദും ആംഗ്യം കൊണ്ടായാലും മതി. നമസ്കാരത്തിൽ നടത്തം ആവശ്യാനുസൃതം അനുവദിക്കപ്പെട്ടിരിക്കുന്നു. രക്തം പുരണ്ട വസ്ത്രം ധരിച്ചും നമസ്കരിക്കാം. ഈ ആനുകൂല്യങ്ങളെല്ലാം ഉണ്ടായിട്ടും നമസ്കാരത്തിന് ഒരു വിധത്തിലും സാധ്യമല്ലാത്ത വിധം സ്ഥിതി അപകടകരമാണെങ്കിൽ നമസ്കാരം മറ്റൊരവസരത്തിലേക്ക് പിന്തിക്കുകയും ചെയ്യാം. ഖന്ദഖ് യുദ്ധാവസരത്തിൽ തിരുമേനി അങ്ങനെയാണ് ചെയ്തത്. യാത്രാവേളയിൽ ഫർളിനൊപ്പം സുന്നത്ത് നമസ്കാരങ്ങൾ അനുഷ്ഠിക്കണമോ? ഈ വിഷയകമായി പണ്ഡിതന്മാർക്ക് ഭിന്നാഭിപ്രായമുണ്ട്. സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്തും ഇശാഇന് ശേഷമുള്ള വിത്തറും തിരുമേനി യാത്രയിലും മുടങ്ങാതെ അനുഷ്ഠിച്ചിരുന്നതായി പല റിപ്പോർട്ടുകളിൽ നിന്നും തെളിഞ്ഞിട്ടുണ്ട്. മറ്റു സമയങ്ങളിൽ ഫർള് മാത്രമേ അനുഷ്ഠിച്ചിരുന്നുള്ളൂ. സുന്നത്തുകളൊന്നും എടുക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ അവസരം ലഭിക്കുമ്പോൾ റവാത്തിബല്ലാത്ത സുന്നത്തുകൾ നിർവഹിച്ചിരുന്നു. വാഹനത്തിൽ ഇരുന്നു കൊണ്ടുപോലും അത് ചെയ്യാറുണ്ടായിരുന്നു. ഈ അടിസ്ഥാനത്തിൽ സുബ്ഹിന്റേതല്ലാത്ത സുന്നത്തുകൾ യാത്രയിൽ നിർവഹിക്കുന്നതിനെ ഇബ്നു ഉമർ തടഞ്ഞിരുന്നു. എന്നാൽ യാത്രാവേളയിൽ സുന്നത്തുകൾ നിർവഹിക്കുന്നതും ഉപേക്ഷിക്കുന്നതും അനുവദനീയമാണ് എന്നുള്ളതാണ് അധിക പണ്ഡിതന്മാരുടെയും നിലപാട്. രണ്ടും യാത്രക്കാരന്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടിരിക്കുകയാണവർ. യാത്രക്കാരൻ യാത്രയിലായിരിക്കുമ്പോൾ സുന്നത്തുകൾ നിർവഹിക്കാതിരിക്കലും വല്ല താവളത്തിലും ചെന്ന് സ്വസ്ഥമായിരിക്കുമ്പോൾ നിർവഹിക്കലുമാണ് ഹനഫി മദ്ഹബ് പ്രകാരം നല്ലത്. ജിഹാദ്, ഹജ്ജ്, ഉംറ, വിദ്യാഭ്യാസം തുടങ്ങിയ ദൈവമാർഗത്തിലുള്ള യാത്രയിലെ ഖസ്ർ നമസ്കരിക്കൽ പാടുള്ളൂ എന്ന് ഇമാമുകളിൽ ചിലർ അഭിപ്രായപ്പെടുന്നു. ഇബ്നു ഉമർ, ഇബ്നു മസ്ഊദ്, അത്വാ എന്നീ മഹാന്മാർ അപ്രകാരം ഫത്വ ചെയ്തിട്ടുണ്ട്. പുണ്യയാത്രയല്ലെങ്കിലും ഷർഇൽ അനുവദിക്കപ്പെട്ട ഉദ്ദേശ്യങ്ങൾക്കുള്ളതാവണം യാത്ര. അനുവദനീയമല്ലാത്ത ആവശ്യങ്ങൾക്കുള്ള യാത്രയിൽ ഖസ്റിന്റെ ആനുകൂല്യം ഉപയോഗപ്പെടുത്താൻ അവകാശമില്ല. ഇമാം ഷാഫിഈയുടെയും ഇമാം അഹ്മദിന്റെയും അഭിപ്രായമാണിത്. യാത്ര ഏതു തരത്തിലുള്ളതായാലും ഖസ്ർ ആക്കാമെന്നത്രേ ഹനഫികളുടെ പക്ഷം. അവർ പറയുന്നു, യാത്രയുടെ ന്യായവും അന്യായവും അനുസരിച്ച് യാത്രക്കാരൻ ശിക്ഷാർഹനോ രക്ഷാർഹനോ എന്നത് മറ്റൊരു കാര്യമാണ്. അത് ഖസ്റിന്റെ ആനുകൂല്യത്തെ ഒരു പ്രകാരത്തിലും ബാധിക്കുന്നതല്ല.
പ്രകൃതവചനത്തിലെ നിങ്ങൾക്ക് വിരോധമില്ല എന്ന പ്രയോഗത്തിന് ഖസ്ർ നിർബന്ധമല്ല, അനുവദനീയം മാത്രമാണെന്നാണ് ചില ഇമാമുകൾ അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. അതുപ്രകാരം യാത്രാവേളയിൽ നമസ്കാരം പൂർത്തിയാക്കിയും ചുരുക്കിയും നിർവഹിക്കാവുന്നതാണ്. ഇമാം ഷാഫിഈയുടെ പക്ഷം അതത്രേ. എന്നാൽ ഖസ്റാക്കി നമസ്കരിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നു. യാത്രയിൽ ഖസ്ർ നിർബന്ധമല്ലെങ്കിലും അത് ഉപേക്ഷിക്കൽ കറാഹത്താണെന്ന പക്ഷക്കാരനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അബൂ ഹനീഫയുടെയും. ഒരു റിപ്പോർട്ട് പ്രകാരം ഇമാം മാലിക്കിന്റെയും അഭിപ്രായം ഖസ്ർ നിർബന്ധമാണെന്നത്രേ. യാത്രാവേളയിൽ സദാ ഖസ്റാക്കുകയായിരുന്നു തിരുമേനിയുടെ പതിവ് എന്ന് ധാരാളം ഹദീസുകൾ തെളിയിക്കുന്നുണ്ട്. ഒരിക്കലെങ്കിലും അവിടുന്ന് 4 റക്അത്ത് നിർവഹിച്ചതായി വിശ്വസനീയമായ ഒറ്റ റിപ്പോർട്ടുമില്ല. ഇബ്നു ഉമർ പ്രസ്താവിക്കുന്നു, ഞാൻ റസൂൽ തിരുമേനിയുടെയും അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്നിവരുടെയും കൂടെ അനേകം യാത്രകളിൽ പങ്കുകൊണ്ടിട്ടുണ്ട്. ഇവർ ഒരിക്കലെങ്കിലും ഖസ്റാക്കാതെ നമസ്കരിക്കുന്നത് കണ്ടിട്ടില്ല. ഇബ്നു അബ്ബാസിൽ നിന്നും മറ്റു പല സ്വഹാബിമാരിൽ നിന്നും ഇതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള വിശ്വസനീയമായ റിപ്പോർട്ടുകൾ പലതും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഉസ്മാൻ ഹജ്ജ് കാലത്ത് ഒരിക്കൽ മിനായിൽ വെച്ച് 4 റക്അത്ത് നമസ്കരിച്ചപ്പോൾ സ്വഹാബത്ത് എതിർത്തു. അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു, ഞാൻ മക്കയിൽ നിന്ന് കല്യാണം കഴിച്ചിരിക്കുന്നു. വല്ലവനും ഏതെങ്കിലും നാട്ടിൽ കുടുംബമുണ്ടെങ്കിൽ ആ നാട്ടുകാരനെ പോലെയായി എന്ന് തിരുമേനി അരുൾ ചെയ്തത് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് ഇവിടെ വെച്ച് ഞാൻ പൂർത്തിയായി നമസ്കരിച്ചതിന് കാരണം. പ്രസ്തുത നിവേദനങ്ങൾക്കെല്ലാം എതിരായ 2 റിപ്പോർട്ടുകൾ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിലാവുന്നത് യാത്രാവേളയിൽ ചുരുക്കിയും പൂർത്തീകരിച്ചും നമസ്കരിക്കാമെന്നാണ്. പക്ഷേ നിവേദന പരമ്പര കൊണ്ട് ദുർബലങ്ങളായതിനു പുറമെ ആയിഷയിൽ നിന്ന് തന്നെ സ്ഥാപിതമായ മദ്ഹബിന് എതിരാകുന്നു പ്രസ്തുത റിപ്പോർട്ടുകൾ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഒരാൾക്ക് യാത്രക്കാരൻ, താമസക്കാരൻ എന്നീ 2 അവസ്ഥകളുണ്ടായെന്ന് വരാം. അതിനാൽ സന്ദർഭാനുസൃതം അദ്ദേഹം ഒരു താൽക്കാലിക താവളത്തിൽ വെച്ച് ഖസ്റായോ പൂർത്തിയായോ നമസ്കരിക്കുകയും ചെയ്തേക്കാം. തിരുമേനി യാത്രാവേളയിൽ ചുരുക്കിയും പൂർത്തീകരിച്ചും നമസ്കരിച്ചിരുന്നുവെന്ന് ആയിഷ പ്രസ്താവിച്ചത് മിക്കവാറും ഇങ്ങനെയുള്ള അവസരത്തിൽ നടന്ന സംഭവത്തെപ്പറ്റിയായിരിക്കണം. ഖസ്ർ അനുവദിക്കപ്പെട്ട യാത്രയുടെ ദൈർഘ്യം എത്ര എന്ന വിഷയത്തിലും പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. വഴിദൂരം ചുരുങ്ങിയാലും കൂടിയാലും ശരി, ഏത് യാത്രയിലും ഖസ്റാക്കാമെന്നാണ് ലാഹിരികളുടെ പക്ഷം. 48 മൈൽ അല്ലെങ്കിൽ ഒരു രാവും പകലും കൊണ്ട് സഞ്ചരിക്കാവുന്ന ദൂരമുണ്ടെങ്കിൽ മാത്രമേ ഖസ്ർ പാടുള്ളൂവെന്നാണ് ഇമാം മാലിക്കിന്റെയും ഇമാം അഹ്മദിന്റെയും അഭിപ്രായം. ഇബ്നു അബ്ബാസിന്റെ പക്ഷവും അതത്രേ. ഈ പക്ഷത്തെ അനുകൂലിക്കുന്ന ഒരഭിപ്രായം ഇമാം ഷാഫിഈയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. 15 മൈൽ യാത്ര ചെയ്യുന്നവന് ഖസ്റാക്കാമെന്നാണ് ഹസ്രത്ത് അനസിന്റെ നിഗമനം. ഒരു ദിവസത്തെ വഴിദൂരമുള്ള യാത്രയിൽ ഖസ്റാക്കാം എന്ന ഉമറിന്റെ അഭിപ്രായമാണ് ഇമാം ഔസായിയും ഇമാം സുഹിരിയും സ്വീകരിച്ചിട്ടുള്ളത്. 2 ദിവസത്തെ യാത്രയാണ് ഹസൻ ബസ്രി കണക്കാക്കിയിരിക്കുന്നത്. 2 ദിവസത്തിൽ കൂടുതൽ വഴിദൂരമുള്ള യാത്രയിലെ ഖസ്ർ പാടുള്ളൂ എന്നത്രേ ഇമാം അബൂ യൂസുഫിന്റെ അഭിപ്രായം. പദയാത്ര ചെയ്തോ ഒട്ടകപ്പുറത്ത് സവാരി ചെയ്തോ 3 ദിവസം വിനിയോഗിക്കേണ്ടി വരുന്ന യാത്രയാണ് ഖസ്റാക്കേണ്ടത് എന്നാണ് ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായം. ഇബ്നു ഉമർ, ഇബ്നു മസ്ഊദ്, ഉസ്മാൻ എന്നിവരും ഈ അഭിപ്രായക്കാരാണ്. യാത്രാമധ്യേ വല്ലയിടത്തും താൽക്കാലികമായി താമസം ഉറപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എത്ര കാലം വരെ ഖസ്ർ നമസ്കാരം നിർവഹിക്കാമെന്ന വിഷയവും അഭിപ്രായ വ്യത്യാസത്തിന് വിധേയമായിട്ടുണ്ട്. 4 ദിവസത്തെ താമസം ഉദ്ദേശിക്കുന്ന ആൾക്ക് ഖസ്ർ പാടില്ലെന്ന് ഇമാം അഹ്മദ് പറയുന്നു. 4 ദിവസം വരെ ആവാം. 4-ലധികം താമസിക്കാൻ ഉദ്ദേശിച്ചവർ പൂർത്തിയാക്കുക തന്നെ വേണമെന്നാണ് ഇമാം മാലിക്കിന്റെയും ഇമാം ഷാഫിയുടെയും പക്ഷം. 13 ദിവസം താമസിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ ഖസ്റാക്കരുതെന്ന് ഇമാം ഔസായി അഭിപ്രായപ്പെട്ടിരിക്കുന്നു. 15 അതിലധികമോ ദിവസം ഉദ്ദേശിക്കുന്നവർ പൂർത്തീകരിക്കുക തന്നെ വേണമെന്നാണ് ഇമാം അബൂ ഹനീഫയുടെ പക്ഷം. ഈ വിഷയകമായി നബി തിരുമേനിയിൽ നിന്ന് വ്യക്തമായ വിധിയൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഒരു വിഷയത്തിൽ പണ്ഡിതന്മാരെല്ലാം ഏകോപിച്ചിട്ടുണ്ട്. ഏതോ കാരണത്താൽ ഒരിടത്ത് നിർബന്ധിതനായി താമസിക്കേണ്ടി വരികയും നിർബന്ധിതാവസ്ഥ നീങ്ങിക്കഴിഞ്ഞാൽ ഉടനെ സ്ഥലം വിടണമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നവർക്ക് എത്ര ദിവസവും ഖസ്റാക്കാം. ഇതിന് എത്രയോ ഉദാഹരണങ്ങൾ സ്വഹാബത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ചിലർ ഇത്തരം പരിതസ്ഥിതികളിൽ 2 കൊല്ലം വരെ നിരന്തരമായി ഖസ്റാക്കിയിരുന്നു. ഇതിനോട് സാദൃശ്യപ്പെടുത്തി തടവുപുള്ളികൾക്ക് തങ്ങൾ ബന്ധനസ്ഥരായിരിക്കുന്ന കാലം അത്രയും ഖസ്റാക്കാമെന്ന് ഇബ്നു ഹംബൽ പറയുന്നു. സത്യനിഷേധികൾ ദ്രോഹിക്കുമെന്ന് ഭയപ്പെടുമ്പോൾ എന്ന വാക്യത്തെ ആധാരമാക്കി ലാഹിരികളും ഖാരിജുകളും പറയുന്നത് ഖസ്ർ നമസ്കാരം യുദ്ധകാലത്തേക്ക് മാത്രം അനുവദിച്ചതാണെന്നും സമാധാനകാല യാത്രയിൽ ഖസ്റാക്കൽ ഖുർആന് വിരുദ്ധമാണെന്നുമാകുന്നു.
എന്നാൽ ഇങ്ങനെയൊരു സംശയം തിരുമേനിയുടെ മുമ്പിൽ ഉമർ ഉന്നയിച്ചപ്പോൾ അവിടുന്ന് ഇപ്രകാരം പ്രസ്താവിച്ചതായി വിശ്വസനീയമായ ഒരു നിവേദനം കൊണ്ട് സ്ഥാപിതമായിട്ടുണ്ട്: അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഒരു ദാനമാകുന്നു, അവന്റെ ദാനം സ്വീകരിക്കുക എന്നാണ് ആ പ്രസ്താവന. നബി തിരുമേനി സമാധാനകാലത്തും യുദ്ധകാലത്തും യാത്രാവേളയിൽ ഖസറാക്കിയിരുന്നു എന്ന റിപ്പോർട്ട് ഏതാണ്ട് തവാത്തുറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതായത് അസത്യമായിരിക്കാൻ സാധ്യമല്ലാത്ത വിധം അസംഖ്യം പരമ്പരയിലൂടെ നിവേദനം ചെയ്യപ്പെട്ട ഹദീസുകളുടെ പദവിയോളം എത്തിയിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് വ്യക്തമാക്കിയത് കാണുക. നബി തിരുമേനി മദീനയിൽ നിന്ന് മക്കത്തേക്ക് പുറപ്പെട്ടു. ലോകനാഥനായ അല്ലാഹുവെയല്ലാതെ മറ്റാരെയും ഭയപ്പെടേണ്ടതില്ലാത്ത സ്ഥിതിയിൽ. അപ്പോൾ അവിടുന്ന് 2 റക്അത്താണ് നമസ്കരിച്ചത്. ഇതേ അടിസ്ഥാനത്തിലാണ് ഇൻ ഖിഫ്തും എന്നതിന്റെ തർജ്ജമയിൽ വിശേഷിച്ചും എന്ന് ചേർത്ത് പറഞ്ഞത്.